കെ.എം. മാണിയുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ ഉറച്ചു നിൽക്കുന്ന പി.ജെ. ജോസഫ് നടത്തുന്ന പ്രാർത്ഥനായജ്ഞത്തിൽ പങ്കെടുക്കാൻ പൂഞ്ഞാർ എം.എൽ.എയും കേരള കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പോയ നേതാവുമായ പി.സി. ജോർജ് എത്തി. അങ്ങനെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന ചടങ്ങായി പ്രാർത്ഥനായജ്ഞം മാറി. പി.ജെ. ജോസഫ് ചെയർമാനായ ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് സർവമത പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി വൈസ് ചെയർമാൻ നടത്തുന്ന യാത്ര മലപ്പുറത്തെത്തിയപ്പോഴാണ് പി.ജെ. ജോസഫ് യജ്ഞം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്തുണ്ടായിരുന്നിട്ടും കെ.എം. മാണി എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം പാർട്ടി പിളരുമെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും പ്രാർത്ഥനായജ്ഞത്തിൽ പി.സി. ജോർജ് പങ്കെടുത്തതിൽ അസ്വാഭാവികതയില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. കേരള കോൺഗ്രസിലെ അനിഷേധ്യ നേതാവായ സി.എഫ്. തോമസും മോൻസ് ജോസഫും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക തീരുമാനങ്ങൾ എടുത്തപ്പോഴെല്ലാം പി.ജെ. ജോസഫ് ഗാന്ധി സ്റ്റഡി സെന്ററിനെ മറയാക്കിയിട്ടുണ്ട്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് പി.സി. ജോർജ് പി.ജെ. ജോസഫിനൊപ്പം ഒരേ വേദി പങ്കിടുന്നത്. പാർലമെന്റ് സീറ്റിനെ ചൊല്ലി മാണിയും ജോസഫും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനിടയിലാണ് പ്രാർത്ഥനായജ്ഞം. കോട്ടയം സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ കേരള കോൺഗ്രസിന് ഇടുക്കി സീറ്റ് വേണമെന്ന് പി.ജെ. ജോസഫ് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്നലെ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ കെ.എം. മാണി 2 സീറ്റ് ആവശ്യപ്പെട്ടു. ജോസഫിന്റെ മകനെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനാണ് നീക്കമെന്ന് അറിയുന്നു. പാർട്ടികൾ ലയിച്ചതുകൊണ്ട് ഇരു കൂട്ടർക്കും പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കെ.എം. മാണി ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. യു.ഡി.എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പി.സി. ജോർജ് തീരുമാനിച്ചതിന് പിന്നാലെയാണ് ജോസഫിന്റെ പരിപാടിക്കെത്തിയത്. ജോസഫ് ഗ്രൂപ്പിലെ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്നുമുണ്ട്. അതിനാൽ കേരള കോൺഗ്രസ് പിളർപ്പിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. പാർട്ടി വിട്ടാലും ജോസഫ് മുന്നണി വിടില്ലെന്നാണ് റിപ്പോർട്ട്. അതേസമയം മാണിയെ ജോസഫ് ഉപേക്ഷിച്ചാൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ജനാധിപത്യ കേരള കോൺഗ്രസ് കാത്തിരിക്കുകയാണ്. ജോസഫിനൊപ്പം മുമ്പ് നിന്ന ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും മറ്റും ചേർന്നാണ് പുതിയ കേരള കോൺഗ്രസ് രൂപീകരിച്ചത്. എൽ.ഡി.എഫിനൊപ്പം നിന്ന പി.ജെ. ജോസഫും പി.സി. ജോർജും കെ.എം. മാണിയുടെ പാർട്ടിയുമായി ലയിക്കുകയായിരുന്നു. യു.ഡി.എഫ് മന്ത്രിസഭയിൽ ജോസഫും മാണിയും മന്ത്രിയും പി.സി. ജോർജ് ചീഫ് വിപ്പും ആയിരുന്നു. സോളാർ വിവാദം തലപൊക്കിയപ്പോൾ ജോസ് കെ മാണിയും സരിത എസ് നായരും തമ്മിൽ ബന്ധമുണ്ടെന്ന് ജോർജ് ആരോപിച്ചു. മാത്രമല്ല സോളാറുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. ഒടുവിൽ മാണി ഇടപെട്ട് പി.സി. ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. അതോടെ പാർട്ടി വിട്ട ജോർജ് താമസിക്കാതെ യു.ഡി.എഫും വിട്ടു. വീണ്ടും യു.ഡി.എഫിലേക്ക് വരാൻ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കാണാൻ ഡൽഹി വരെ ജോർജ് പറന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.